ചെറിയ ഗ്യാപ്പിട്ട് എല്ലാവർക്കും പടം ഇഷ്ടായോ? എന്താ പറയണ്ടേ? ഇത് എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടില്ലേ? ഞങ്ങൾ അതിന്റെ ഒരു സക്സസിന്റെ ഒരു കേക്ക് മുറി ഇവിടെ വെച്ച് നടത്തുകയാണ്. എല്ലാവർക്കും കേക്കിന്റെ കഷ്ണം കിട്ടും തോന്നണില്ല. സുമതി വിളവിന്റെ വിജയം നിങ്ങൾ ഓരോരുത്തരും തന്നതാണ്. സോ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി കേരളത്തിലെ എല്ലാ ഷോസും വിദേശത്തും ഒക്കെ ഷോ ഫില്ലാണ്. നിങ്ങൾ കുടുംബ പ്രേക്ഷകർ നൽകിയ വിജയമാണ്. സോ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഈ സക്സസ് കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ് നിങ്ങളോടൊപ്പം. നല്ല നമ്മുടെ മൊത്തം ടീമുണ്ട്. ഗോകുല് ശ്രാവണം എല്ലാവർക്കും ഒരു കഷ്ണം ഇങ്ങനെ നമ്മുടെ അഭിലാഷിന്റെയും വിഷ്ണുവിന്റെയും മാളികപ്പുറം ടീമിന്റെയും ഒരു പടത്തിന്റെ സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതെ അപ്പൊ ഞങ്ങളെല്ലാം ഒരു കുടുംബമാണ് ഇപ്പോൾ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടും. എന്തായാലും വളരെ സന്തോഷം. നിങ്ങൾ ഈ നേരത്തെ അഭിലാഷ് പറഞ്ഞത് ഞാൻ ഈ ബാക്കിൽ നിന്ന് പാസ് ചെയ്യുമ്പോൾ കേട്ടാണ്. സത്യസന്ധമായ അഭിപ്രായം. എല്ലാവർക്കും കൊടുക്കും. നമുക്കിനി പുറത്തേക്ക് പോവാം. ജനങ്ങളായിരുന്ന വിജയമാണ്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് എഴുതുന്നൊന്നുമല്ല. ആളുകൾ ഇവിടെ തന്നെ ഉണ്ട്. അവരോട് തന്നെ നിങ്ങൾ റിവ്യൂ ചോദിച്ചിട്ട് അത് ജനങ്ങളിലേക്കൊന്ന് എത്തിക്കണം. വേറൊന്നുമല്ല, സിനിമകൾ വിജയിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഈ ഇൻഡസ്ട്രി നിലനിർത്തണമെങ്കിൽ സിനിമകൾ ഹിറ്റ് ആവണമെന്നാണ്. അപ്പോൾ അത് തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഈ സിനിമ കണ്ട ഓഡിയൻസ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിക്കുക, ആ റിവ്യൂ ഒന്ന് കൃത്യമായിട്ട്, അതായത് ജെനുവിനായിട്ടുള്ള റിവ്യൂ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചു തരണം. കാരണം ഒരു ഇരുട്ടുപുറയിൽ നിന്ന് പറയുന്നതല്ല യഥാർത്ഥ റിവ്യൂ ഒന്നും, ഈ ഇവര് പറയുന്ന യഥാർത്ഥ റിവ്യൂ ഒന്ന് കേരളത്തിലെ ജനങ്ങളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുത്താൽ മതി. അതാ പറഞ്ഞത്, സന്തോഷമുണ്ട്. കാരണം ഈ കൈയടിക്ക് വേണ്ടിയാണ് സിനിമ ചെയ്തത്. അതുകൊണ്ട് അത് ഭയങ്കര സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ഫുൾ ക്രൂ രാഗത്തിലെത്തിയത്. വിഷ്ണുവിടെ ഇവിടെ സത്യത്തിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ ഓരോ കോമഡി സീൻ വരുമ്പോഴും എല്ലാരും ചിരിക്കുന്ന കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാരും അത്രയധികമാണ് ഈ സിനിമയെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരുടെയും റിവ്യൂ നിങ്ങളെ ചോദിക്കേണ്ടതാണ്. എല്ലാവരും ഇവിടെ ഞങ്ങള് കണ്ടതിൽ വെച്ച് എല്ലാവർക്കും ഈ സിനിമ ഒത്തിരി ഇഷ്ടമായി. അത് അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും കേരളത്തിൽ കാണാനുള്ളവര് കാണണം, ഇങ്ങനെ അഭിപ്രായം അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ തൃശ്ശൂർ സ്വന്തം ശ്രീതേട്ടനുണ്ട്, ചേച്ചിയുണ്ട്. അതെ, രാഗം തിയേറ്ററിൽ വരുമ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞല്ലോ, അതാണ് അതിന്റെ കണക്ക്. അത് ഉദ്ദേശിച്ചാണ് ഈ സിനിമ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഓഡിയൻസ് ആണ് ഇപ്പം കേരളത്തിലെ തിയേറ്ററിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സോ സെയിം ഞങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇനിയും തിരക്ക് കൂടണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ഇപ്പോൾ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ ഹൗസ്ഫുള്ളാണ്. ശിവത ഇനി നിങ്ങളോട് സംസാരിക്കും. നല്ല റെസ്പോൺസ് പടത്തിന് കിട്ടുന്നു. ഇവിടുന്ന് മാത്രമല്ല, എല്ലാ ഇടത്തുനിന്നും നല്ല റെസ്പോൺസ് കിട്ടുന്നു. ഇനി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം.